പാലക്കാട് കല്ലടിക്കോട് 3 കുട്ടികൾ മുങ്ങി മരിച്ചു. മീൻവല്ലം തുടിക്കോട് ആദിവാസി ഉന്നതിയിൽ 3 കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. പ്രകാശ് അനിത ദമ്പതികളുടെ മക്കളായ പ്രതീഷ്, പ്രദീപ് എന്നിവരും അർദ്ധസഹോദരിയായ രാധികയുമാണ് മരിച്ചത്. കുട്ടികളെ പ്രദേശവാസികൾ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് വൈകിട്ട് 5:30 ഈ ദാരുണമായ സംഭവം നാട്ടുകാർ അറിയുന്നത്. കല്ലടിക്കോടിന് സമീപം കരിമ്പ പഞ്ചായത്തിലെ മീൻവല്ലം തുടിക്കോട് കോളനിയിലെ പ്രകാശൻ അനിത ദമ്പതികളുടെ മക്കളായ പ്രതീഷ്, പ്രദീപ്. പ്രതീഷിന് 4 വയസ്സും പ്രദീപിന് 7 വയസ്സുമാണ്. മറ്റൊന്ന് പ്രകാശിൻ്റെ സഹോദരി രാധികയ്ക്ക് 6 വയസ്സാണ്. എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഇവർ സമീപത്തെ ചിറയിൽ കളിക്കാൻ വേണ്ടി പോയി എന്നുള്ളതാണ് പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഉച്ചയായിട്ടും കുട്ടികളെ കാണാതെ വന്നതോടുകൂടി വീട്ടുകാർ നടത്തിയ തെരച്ചിലാണ്. വീട്ടുകാരും അതോടൊപ്പം തന്നെ സമീപവാസികളും നടത്തിയ തെരച്ചിലാണ് ഈ കുട്ടികളെ കണ്ടെത്തുന്നത്. നമ്മളോടൊപ്പം കോങ്ങാട് MLA ശാന്തകുമാരി കൂടി ചേരുന്നുണ്ട്. അവർ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ചോല പോലെ, അതായത് ചിറ പോലെ നേരത്തെ ഈ ചപ്പും ചവറൊക്കെ ആയിട്ട് മൂടിക്കിടന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടുത്തെ ഈ പ്രൈവറ്റാണ്, അപ്പോൾ അയാളത് വെട്ടി വൃത്തിയാക്കി. അപ്പോൾ കാഴ്ചയിൽ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ കളിക്കാൻ പോയതാണ്. അവരുടെ സൈക്കിള്, ചെരുപ്പൊക്കെ സൈഡുണ്ടെന്നാണ് പറയുന്നത്. കുട്ടികളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പരക്കെ അന്വേഷണം നടത്തിയതിന് ശേഷമാണ് പിന്നീട് ഇവർ കണ്ടെത്തുകയാണ്. അപ്പോൾ അത് മനസ്സിലായത്, ഞാൻ 2 കുട്ടികളെ ബ്രോഡ് ഡെഡായിരുന്നു. അവർ വരുന്നതിന് സമയത്ത് ഞാനിവിടെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു 4 hours മുമ്പ് സംഭവിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ കുട്ടികൾ ഇങ്ങനെ ഫ്ലാറ്റ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ അന്വേഷണം നടക്കുന്ന സമയത്ത്, അപ്പോൾ അന്വേഷിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ പോയിട്ടുണ്ടാവാനാണ് സാധ്യത. ജില്ലാ ആശുപത്രി സൂപ്രണ്ടെ വിളിച്ചിരുന്നു. അപ്പോൾ പോലീസ് സർജൻ അവൈലബിൾ ആണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ചെയ്യാം എന്ന നിലയിൽ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കുട്ടികളുടെ അച്ഛൻ ഇവിടെ ആശുപത്രിയിൽ, അച്ഛൻ ഓൾറെഡി TB പേഷ്യൻ്റാണ്, അഡ്മിറ്റഡാണ് ഒരാഴ്ചയായിട്ട്. അപ്പോൾ അയാൾ വിവരം അറിഞ്ഞപ്പോൾ ഇവിടെ വന്നിരിപ്പുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ 3 കുട്ടികൾ, 2 കുട്ടികളും പിന്നെ അനുജത്തിയാണ് ഒരു കുട്ടി, രാധിക എന്ന് പറഞ്ഞിട്ട് 8 വയസ്സ്. അപ്പോൾ അങ്ങനെ 3 കുട്ടികളാണ്. ഇപ്പോൾ വളരെ ദാരുണമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. അതാണ് MLA പറയുന്നത് പോലെ വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടം പരമാവധി വേഗത്തിൽ തന്നെ നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനാണ് തീരുമാനം. എന്തായാലും ഈ കുട്ടികളെ രാവിലെ കളിക്കാൻ പോയതാണ്. എങ്ങനെയാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ.